ഈ പൂജയുടെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തിന് പറയുന്ന പേര് പുതുപ്പറമ്പ് തച്ചറുടി കിഴക്കവെള്ളാട്ട് ആണ്. പുതുപ്പറമ്പ് എന്നാണ് ഈ ഏരിയക്ക് പറയുക. ഇവിടെ പണ്ട് ഉള്ള തറവാട് പുറത്തുള്ള കുറച്ച് ആളുകൾക്ക് താമസിക്കാൻ, വീടൊന്നും ഇല്ലാത്ത ആളുകൾക്ക് താമസിക്കാൻ കൊടുത്തിരുന്നു. അവർ കൃത്യമായി അനുവർത്തിച്ചു പോകുന്ന ഒരു ആചാരം, ഒരു കാര്യങ്ങളുണ്ട്. അവർ പിന്നെ കൊടുങ്ങല്ലൂർ ഭരണിക്കൊക്കെ പോകുന്ന ആളുകളാണ്. അവരുടെ ഗുളികൻ, ചൊവ്വ, പറക്കുട്ടി കൃത്യമായിട്ട് അവർ പൂജിച്ചു പോകുന്ന കാര്യങ്ങളാണ്. അത് പിന്നീടുള്ള വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പുറം അത് നമ്മുടെ അച്ഛൻ്റെ അച്ഛൻ അങ്ങനെ തുടർന്ന് കൃത്യമായിട്ട് ഒരു വർഷം പോലും ഒഴിവില്ലാതെ കൃത്യമായി ആ പൂജാവിധികൾ കൃത്യമായി ഇതേപോലെ നടത്തിപ്പോകുന്നു ഒരു സംഭവമാണ്. അന്നത്തെ ആളുകൾ പിന്നെ കൊടുങ്ങല്ലൂർ ഭരണിക്ക് കൃത്യമായിട്ട് പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ കൊടുങ്ങല്ലൂർ ഭരണിക്ക് മുമ്പായിട്ട് ഈ പൂജ നമ്മൾ എല്ലാ വർഷവും കൃത്യമായി അത് നടത്തി പോകുന്ന ഒരു രീതിയാണ് നമ്മൾ അനുവർത്തിക്കാറുള്ളത്. ഇതാണ് ഈ ഒരു പിന്നെ പൂജാവിധിയുടെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞത്. ಸಿಗದೆ ಜಲಕ್ಕೆ ಬರುವೆ ಏನೋ ತಿರುಳೆ ಕಾಯೋ ಇರುಳೆ ನೀನು ತಿರುಗಿ ಬರದೆ ಬರೆದಾದ ಕಾವ್ಯದ ನಡುವೆ ಬರೆಯದ ಸಾಲೊಂದು ನವಿರಾದ ಗಾಳಿಯ ನಡುವೆ ನಿನ್ನಯ ಮಾಯ ಕಂಡು ತುಳಸಿ ಕೋಮಲವೇಣಿ ನೀಲವರ್ಣನಾರಾಣಿ ನಿತ್ಯ ಕಲ್ಯಾಣಿ ಏಳಮ್ಮ ತುಳಸಿ ಕೋಮಲವೇಣಿ ನೀಲವರ್ಣನಾರಾಣಿ ನಿತ್ಯ ಕಲ್ಯಾಣಿ ಉಡಿದ ಮಲ್ಲಿಗೆ ಹೂ ಮುಡಿಯಿಂದ ಊದೋರುತ್ತ ಮುಡಿದ ಮಲ್ಲಿಗೆ ಹೂ ಮುಡಿಯಿಂದಲುದುರುತ್ತ ಒಡೆಯ ಶ್ರೀ ಪುರಂದರ ವಿಠಲನ ರಾಣಿ ಒಡೆಯ ಶ್ರೀ ಪುರಂದರ ವಿಠಲನ ರಾಣಿ ತುಳಸಿ ಕೋಮಲವೇಣಿ ನೀಲವರ್ಣನಾರಾಣಿ ನಿತ್ಯ ಕಲ್ಯಾಣಿ ಏಳಮ್ಮ ತುಳಸಿ ಕೋಮಲವೇಣಿ ನೀಲವರ್ಣನಾರಾಣಿ ನಿತ್ಯ ಕಲ್ಯಾಣಿ പൂജകളൊക്കെ കഴിഞ്ഞ് ഇത് പൂജ നടത്തിയിരുന്ന ആൾക്കാർക്ക് ഞങ്ങൾ സന്തോഷം ആയിട്ട് ദക്ഷിണ കൊടുത്ത് അവർക്ക് ഭക്ഷണം കൊടുത്ത് ഞങ്ങൾ രാത്രി
10 മണിയായപ്പോഴേക്ക് ഇത് കഴിഞ്ഞു. അവരെ സന്തോഷത്തോട് പറഞ്ഞയച്ചു. ഭാവിയിലും എല്ലാ കൊല്ലവും ഇത്തരം പ്രവർത്തനങ്ങൾ, ഈ പൂജകളൊക്കെ എല്ലാവരും കൂടി നടത്താൻ എല്ലാവരും സന്നദ്ധരാവണം. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഇപ്പോഴത്തെ കാരണവർ എന്ന രീതിയിൽ ഞാൻ ഇത് കൈകാര്യം ചെയ്യുന്നുണ്ട്.